പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകും. ആ തിരിച്ചറിവിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇഷ്ടങ്ങളെ തിരിച്ചറിയുന്നതാണ്. ഓൾ ആർ ഇൻഡിവിജ്വൽസ്. നമ്മളൊക്കെ വ്യത്യസ്തരാണ്, എല്ലാവർക്കും യുണീക്സ് ആണ് അല്ലേ. എന്നെ പോലെ ഈ ലോകത്ത് വേറെ ആളില്ല, നിങ്ങൾ ഓരോരുത്തരെ പോലെ ഈ ലോകത്ത് വേറെ ആളില്ല. എൻ്റെ ഈ ഒരു തമ്പ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നോക്കിയാൽ നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ അന്തരങ്ങളും ഒന്നും അതിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ വെക്കേണ്ട ഒരു സ്ഥാനത്ത് എൻ്റെ തമ്പ് തന്നെയാണ് വെക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും വെക്കേണ്ടിടത്ത് ഞാൻ എൻ്റെ തമ്പ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അഥവാ ഇതിലൂടെ നമ്മുടെ സൃഷ്ടാവായ നാഥൻ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അഥവാ നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്, നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരാണ്. അപ്പോൾ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് ഈ വൈവിധ്യങ്ങളോട് കൂടിയിട്ടാണ്, ഈ ഡൈവേഴ്സിറ്റിയോട് കൂടിയിട്ടാണ്. ഈ വൈവിധ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ ഇഷ്ടം ഒരു പക്ഷേ തൻ്റെ പങ്കാളിയുടെ ഇഷ്ടത്തിന് നേരെ വിപരീതമാവാം. അപ്പോൾ അത് കണ്ടറിഞ്ഞ് ഉൾക്കൊണ്ട് പ്രോത്സാഹനം കൊടുക്കാനുള്ളൊരു സാഹചര്യം, ഇനി പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിൽ ശരി, അവിടെ അടിച്ചമർത്തുകയും ശകാരിക്കുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ലൊരു ലൈഫ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടങ്ങളെ, അത് ഇണകളുടെ ദാമ്പത്യ ജീവിതത്തിൽ അതുപോലെ പങ്കാളിയുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് പോവുക. ഇവിടെ ഏറ്റവും കൂടുതൽ പലപ്പോഴും ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികളാണ്, പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ഇഷ്ടങ്ങൾ പിന്നെ മറ്റവരെ എതിർത്താലും ശരി സ്വാഭാവികമായിട്ടും അതിലൂടെ മുന്നോട്ട് പോകാറുണ്ട് ഒരു പരിധി വരെ. പക്ഷേ നമ്മുടെ വീടുകളിൽ വിവാഹം കഴിഞ്ഞെത്തിയ സഹോദരിമാർ അവർക്ക് പാഷനായിട്ടുള്ള, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിൽ ഒരു പക്ഷേ നല്ല കഴിവും അതുപോലെ അറിവുമൊക്കെ ഉണ്ടെങ്കിലും ഭർത്താക്കന്മാരുടെ കാർക്കശ്യത്തിൻ്റെ മുന്നിൽ അത് അടിയറ വെക്കേണ്ടതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു ഭർത്താവ് കർക്കശ്യത്തോട് കൂടിയിട്ട് ഇടപെട്ട് നിർത്തുമ്പോൾ അതിന് പകരം വെക്കാൻ ഒരു പക്ഷേ വേറെ ഒന്നും ഉണ്ടാവണമെന്നില്ല. ആ ഒരു അവസരത്തിൽ ഭർത്താവിനോടുള്ളൊരു ദേഷ്യം കൂടുകയും ദാമ്പത്യ ജീവിതത്തിനെക്കുറിച്ച് നെഗറ്റീവ് ചിന്തകൾ വരികയും ഇനി എന്തിനാണ് എനിക്ക് ഒരു ഭർത്താവ്, എൻ്റെ കഴിവുകൾക്കും എൻ്റെ ശേഷികൾക്കും ഒന്നും ഒരു പരിഗണനയും അംഗീകാരവും ഇല്ലല്ലോ, എൻ്റെ ഇഷ്ടങ്ങൾക്കൊരു പ്രോത്സാഹനം തരുന്നില്ലല്ലോ എന്ന രൂപത്തിലൊക്കെയാണ്. അപ്പോൾ നമുക്കൊക്കെ അള്ളാഹു വ്യത്യസ്തമായ സ്കില്ലുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതിന്. അപ്പോൾ ഓരോരുത്തരുടെ സ്കില്ലുകൾ വ്യത്യസ്തമാണ്. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ സ്കില്ലുകൾ മനസ്സിലാക്കിയിട്ട്, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അവരുടെ പാഷൻ മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. അടിച്ചമർത്തുന്നതിന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മ്യൂസിക്കൽ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, എന്നിട്ട് ഈ ഹറാമായ മേഖലയിലേക്ക് പോകുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് അത് നിയന്ത്രിക്കേണ്ടതാണ്. പക്ഷെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനെ പോസിറ്റീവ് ആംഗിളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ വിശുദ്ധ ഖുർആന്റെ പാരായണം അല്ലെ, അതൊരു പോസിറ്റീവ് ട്രൈറ്റ് ആണല്ലോ. അതേ മ്യൂസിക്കൽ ഇന്റലിജൻസ് പ്രൊമോട്ട് ചെയ്യേണ്ട മേഖല ഉണ്ട്, ആ മേഖലയിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്താൽ മതി. നേരെ മറിച്ച് ആ സംഗതിയെ പാടില്ല എന്നുള്ള നിലക്ക് നമ്മൾ ഒരു നിഷേധാത്മക സമീപനം സ്വീകരിക്കുമ്പോൾ ഒരു വെഞ്ചിയൻസ് ആണ് അല്ലെങ്കിൽ ഒരു റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡാണ് രൂപം.